മലയാളത്തിലെ യുവനായികമാരിൽ പലരും വിവാഹം ചെയ്ത് രംഗമൊഴുകുകയാണ്. ഗോപിക, കാവ്യ, അങ്ങനെ പലരും. ഈ നഷ്ടത്തിന് പകരം വയ്ക്കാനായി ഒരു സുന്ദരി കടന്നു വരുന്നു, പ്രിയങ്ക. തമിഴിലും മലയാളത്തിലും ഒരുപോലെ പ്രിയപ്പെട്ടവളാകുന്ന പ്രിയങ്കയുടെ തിരക്കുകളിലേക്ക്. വെയിൽ എന്നുള്ള തമിഴ് ചിത്രത്തിന് ശേഷം ഒരുപാട് തമിഴ് തിരക്കുകളിന് ശേഷം ഇപ്പം മലയാളത്തിലോട്ട് വന്നു. ഭൂമി മലയാളം, വിലാപങ്ങൾക്കപ്പുറം എന്നീ സിനിമകളൊക്കെ ചെയ്ത് പ്രിയങ്ക മലയാളത്തിൽ ഇങ്ങനെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ ജീവിതത്തിനോട് എങ്ങനെയാണ് കാണണേ? എൻ്റെ ജീവിത രീതികളൊന്നും തന്നെ മാറിപ്പോയിട്ടില്ല. തിരക്കുണ്ടെന്നേ ഉള്ളൂ. പണ്ട് പ്രിയ എങ്ങനെയാണ് എല്ലാവരും അടുപ്പമുള്ളൊരു പ്രിയ എന്ന് വിളിക്കുന്നത്. പ്രിയ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ്. എൻ്റെ ജീവിത രീതിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ തിരക്ക് കുറച്ച് അത്യാവശ്യം തിരക്കുകളായപ്പോഴത്തേക്ക് ഫ്രണ്ട്സിനെ അധികം പേരെ കാണാൻ പറ്റുന്നില്ല. നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളൊക്കെ അത്രയും സമയം കിട്ടുന്നില്ല. അതെല്ലാവരും പറയുന്നത്. അതെ അതെ, അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ. അല്ലാണ്ട് വ്യക്തിപരമായ വലിയ സ്വഭാവത്തിലോ വ്യക്തിയിലോ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പ്രിയങ്കയുടെ ഒരു ഇത് സാധാരണ നടികൾ മലയാളത്തിൽ വന്നിട്ട് പിന്നെ ഒരു നദി ഒഴുകി പോകുന്നവർ നേരെ തമിഴ്നാട്ടിലേക്ക് പോകും. താങ്കൾ തമിഴ്നാട്ടിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇങ്ങോട്ട് വന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെയായിരുന്നു തമിഴിലെ ആദ്യത്തെ വെയിൽ എന്നുള്ള പടത്തിൽ എങ്ങനെയാണ് ചാൻസ്? അളകപ്പൻ സാറായിരുന്നു വെയിലിൻ്റെ ക്യാമറമാൻ. സാറാണ് ഈ ഒരു കഥാപാത്രത്തിനെ കുറിച്ചും ഇങ്ങനെ ആദ്യം സാറാണ് ഈ പടത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പോൾ സാറിങ്ങനെ പറഞ്ഞു. അപ്പോൾ എസ് പിക്ചേഴ്സ് കിട്ടാവുന്നതിൽ ഇപ്പോൾ ഒരു പുതിയൊരാൾ എന്നുള്ള രീതിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു എൻട്രി ആയിരിക്കും എസ് പിക്ചേഴ്സ് ബാനറിൽ. പിന്നെ അദ്ദേഹത്തെ ശങ്കർ സാറിൻ്റെ അസോസിയേറ്റ് വസന്ത ബാലൻ സാർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് വന്ന് നമുക്ക് കഥ കേൾക്കാം. കഥ കേട്ടിട്ട് അപ്പോൾ ഞാനും അച്ഛനും മദ്രാസിൽ പോയി കഥ കേട്ടു. കഥ കേൾക്കുമ്പോൾ ഫസ്റ്റ് ബാല സാർ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പാട്ട് കേൾപ്പിച്ചു. പാട്ട് കേൾപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉരുകുതേ എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണീന്ന് ഇങ്ങനെ കണ്ണീര് വരാൻ തുടങ്ങി. അത്രയും ഭയങ്കര ഇഷ്ടമായി ആ പാട്ട്. ആ ക്യാരക്ടർ ഭയങ്കര ഡെപ്തുള്ള ഒരു ക്യാരക്ടർ. ഞാനെന്നല്ല ഏതൊരു ആർട്ടിസ്റ്റ് കേട്ടാലും ആ കഥ പറഞ്ഞു തീരുമ്പോൾ നമുക്ക് തോന്നും ഈ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അത് വസന്ത ബാലൻ സാർ ആ കഥ പറഞ്ഞൊരു രീതി അതുകൂടെ എന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്തു, അത് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക്. അത് കഴിഞ്ഞിട്ട് അവർ ഓക്കെ പറഞ്ഞു. പിന്നെ ഒരു 2-3 ഡേയ്സ് എടുത്തു എനിക്കത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യണോ ചെയ്യണം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്താനായിട്ട് 2-3 ദിവസം എടുത്തു. പിന്നെ വെയിൽ സിനിമയിലേക്ക് എത്തപ്പെട്ടത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ലോങ് ജമ്പറിൻ്റെ റോളായിരുന്നല്ലോ ഭൂമി മലയാളത്തിൽ ചെയ്തിരുന്നത്. അപ്പോൾ ഒരുപാട് സ്ട്രെയിനേഴ്സ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ അല്ലേ? ഫിസിക്കൽ സ്ട്രെയിൻ എടുത്ത് ഒരുപാട് ചെയ്യേണ്ട ജോലികളായിരുന്നു. അപ്പോൾ താനൊരു അങ്ങനെ ഇപ്പോൾ ഡ്യൂപ്പിനൊക്കെ ചെയ്യാനായിട്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഡ്യൂപ്പ് അല്ലായിരുന്നു, താൻ തന്നെയാണ് ചെയ്തതെന്നും. അപ്പോൾ അങ്ങനെയായിരുന്നു അതൊക്കെ, അതിനുള്ളൊരു പ്രിപ്പറേഷനൊക്കെ എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആദ്യമേ ഞാനതിന് ചന്ദ്രൻ സാറിൻ്റെ അടുത്ത് തന്നെ നന്ദി പറയണം. കാര്യം എൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയാലും ആർക്കും തന്നെ ഒരു ലോങ് ജമ്പർ എന്നിൽ കാണാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തന്നെ അത് പൂർണ്ണമായിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കഥാപാത്രം പറഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുമോ? പക്ഷേ എന്നാലും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുവാനായിട്ട് അതെ ഒരു ആർട്ടിസ്റ്റിനോട് അംഗീകാരം എന്ന് പറയുന്നത്. ആ രീതിയിൽ ഞാനും ആഗ്രഹിക്കുന്നു. കാര്യം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നല്ല ചെയ്യണം. സ്ഥിരം ഒരു ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ലോങ് ജമ്പർ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ പോയി അതല്ല, ഇത് ചന്ദ്രൻ സാർ കേട്ടാൽ ചിലപ്പോൾ എന്നെ തല്ലിയെന്നിരിക്കും. കാര്യം ലൊക്കേഷനിലൊക്കെ ചുമ്മാ തവളച്ചേട്ടൻ ചാടിയെന്ന് പറയാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ലോങ് ജമ്പ് എന്താണെന്ന് ശരിക്കും എനിക്ക് പരിചയമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അത് എന്താണെന്ന് സാമാന്യം മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് കുറേ വീഡിയോ ക്ലിപ്സൊക്കെ ഞാൻ കണ്ടു. ലോങ് ജമ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ വായിച്ചു. അത് ചുമ്മാ ഇങ്ങനെ ചാട്ടം അതല്ലല്ലോ, ശരിക്കും അതല്ലല്ലോ ലോങ് ജമ്പ്. നമ്മളിപ്പോൾ സ്കൂളിൽ ചെയ്ത കാര്യങ്ങളല്ല. കാര്യം അത് മാത്രമല്ല, ഒരു സിനിമ അത് കാണുമ്പോൾ ഇപ്പോൾ ശരിക്കും ഒരു ലോങ് ജമ്പർ കാണുമ്പോൾ തന്നെ എവിടെയെങ്കിലും ഒരു ലോങ് ജമ്പർ അതിലുണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്ന കഥാപാത്രം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ കഥാപാത്രത്തിൽ അവിടെ പരാജയപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം അതായിരുന്നു, ഇതൊരു ശരിക്കും ഉള്ളൊരു ലോങ് ജമ്പർ കാണുമ്പോൾ എവിടെയോ ഒരു ലോങ് ജമ്പർ ആണ് ആ കുട്ടി, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ലോങ് ജമ്പറാണ്. ശരിക്കും ഒരു 100% ഒരിക്കലും നമുക്ക് നീതി പുലർത്താൻ പറ്റില്ല. 50% അതിനോട് നീതി പുലർത്തി അവർക്ക് തോന്നണം. അതിന് വേണ്ടിയിട്ട് പിന്നെ അവരുടെ LNCP കോളേജിൽ പോയിട്ട് വെറുതെ കുട്ടികളിങ്ങനെ ചാടുന്നതൊക്കെ കണ്ടു. അതിനെ ഭയങ്കരമായിട്ട് സഹായിച്ചു. കാര്യം ഇതാണ് അതിൻ്റെ ഒരു ടേക്ക് ഓഫ് ഇങ്ങനെയാണ്, ലാൻഡിങ് ഇങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ. കാര്യം ഒരിക്കലും നമ്മളിപ്പോൾ ഒരാൾക്കൊന്നും ഒരാഴ്ച 2 ആഴ്ചത്തെ പ്രാക്ടീസ് കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഒരു നല്ല ലോങ് ജമ്പർ ആവാനൊന്നും പറ്റില്ല. പിന്നൊരു ശ്രമം, നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമം അതുണ്ടായി. പക്ഷെ അതിൻ്റെ എത്രത്തോളം അത് വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചിത്രം റിലീസാകുമ്പോൾ അത് കണ്ടിട്ട് ഓഡിയൻസ് വേണം പറയാൻ. പക്ഷെ ഞാൻ എൻ്റെ ഒരു 100% സിൻസിയറായിട്ട് തന്നെ ഞാനതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ മലയാളത്തിൽ വന്ന ശേഷം ആദ്യത്തെ അവാർഡാണ് ഈ ഫിലിംസ് ക്രിട്ടിക് അവാർഡ്, രണ്ടാമത്തെ നല്ല നടി എന്നുള്ളത്. ഒരു
കഥ സെലക്ട് ചെയ്യുമ്പോൾ എവിടെയാണ് ഒരു നല്ല റോളാണ് ഇത് എനിക്ക് പറ്റുന്ന റോളാണ് തീരുമാനിക്കുന്ന ഒരു പോയിന്റ് ഏതാ? എന്നെ തേടി ഇപ്പോൾ വന്നിരിക്കുന്ന ഞാൻ ചെയ്തിരിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ നല്ല കഥാപാത്രങ്ങളാണ്, നല്ല ടീമിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നല്ലൊരു ടെക്നീഷ്യന് മാത്രമേ നല്ലൊരു ആർട്ടിസ്റ്റിനെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റൂ. അവരുടെ ഉള്ളിൽ ശരിക്കും എനിക്കറിയാൻ പറ്റില്ല, എൻ്റെ ഉള്ളിൽ ഇത്ര ചന്ദ്രൻ സാറാണ് എനിക്കൊരു ലോങ് ജമ്പർ എന്നുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞ ചന്ദ്രൻ സാറാണ്, അങ്ങനെ ഒരു കഥാപാത്രം തന്ന സാറാണ്. അപ്പോൾ ശരിക്കും എനിക്കറിയില്ല എൻ്റെ ഉള്ളിൽ എനിക്ക് എങ്ങനത്തെ കഥാപാത്രം, എല്ലാ കഥാപാത്രങ്ങളും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, ചെയ്യാനുള്ളൊരു ഇഷ്ടവും ഉണ്ട്. പക്ഷേ അത്തരത്തിലുള്ള നല്ല കഥാപാത്രങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ അങ്ങനെയുള്ള ടെക്നീഷ്യൻസ് നമ്മളെ അത് ഏൽപ്പിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് അത്തരത്തിലുള്ള നല്ല കഥാപാത്രങ്ങൾ നമ്മളിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം നോക്കുന്നത് സ്ക്രിപ്റ്റ് നോക്കാറുണ്ട്. കാര്യം ഒരു ശക്തമായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല കഥാപാത്രം പുറത്തു വരികയുള്ളൂ. പിന്നെ ടെക്നീഷ്യൻസ്, ഓഫ് കോഴ്സ് ഡയറക്ടർ, ബാക്കി ടീം എല്ലാം നോക്കാറുണ്ട്. പിന്നെ ഹീറോയും ഒരു ഇമ്പോർട്ടൻ്റ് ഘടകം തന്നെയാണ്. ഇപ്പം നമ്മൾ കൊമേഴ്ഷ്യൽ ഫിലിംസ് ചെയ്യുകയാണെങ്കിൽ ഹീറോ ഒരു പരിധിവരെ വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഒരു ടോട്ടൽ ഒരു ടീം നല്ലതായിരുന്നു. അത്തരത്തിലുള്ള ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാം. പ്രത്യേകിച്ച് എൻ്റെ കഥാപാത്രം, ആ ഒരു കഥയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഥാപാത്രത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കണം. അത് ചിലപ്പോൾ അതിലൊരു 15 സീൻ അല്ലെങ്കിൽ 20 സീൻ അല്ലെങ്കിൽ 30 സീൻ ചിലപ്പോൾ ആ ചിത്രത്തിൽ നടന്നിരിക്കുന്ന കഥാപാത്രം ചിലപ്പോൾ ഒരു സീനേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്തായാലും ആ കഥയെ സംബന്ധിച്ചിടത്തോളം ആ കഥാപാത്രത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം, അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കണം. ഞാൻ അങ്ങനെയാണ് നോക്കുന്നത്. അതെ. ഇപ്പോൾ മോഹൻലാലിൻ്റെ പടം എന്ന് പറയുമ്പോൾ താങ്കൾ ഒരുപാട് മോഹൻലാലിൻ്റെ പടങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ചിലത് ഭയങ്കരമായിട്ട് ആരാധിക്കുന്നതിനും പരസ്യം. അപ്പോൾ ഈ നേരിട്ട് അഭിനയിക്കുമ്പോൾ അദ്ദേഹം വളരെ വേഴ്സറ്റൈലൊരു നടനാണ്. അപ്പോൾ ഒരേ സ്ക്രീൻ സ്പേസിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയും പ്രിപ്പറേഷൻസ് മനസ്സിലുണ്ടോ? എങ്ങനെയായിരിക്കണം, അതോ അന്ന് ഡയറക്ടർ പറഞ്ഞ മാതിരി പോകുന്നതാണോ? അങ്ങനെയല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുൻകൂട്ടി ഒന്നും പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റില്ല. കാര്യം ഇപ്പോൾ ഒരു കഥാപാത്രം ആദ്യം രൂപപ്പെടുന്നത് ഒരു തിരക്കഥാകൃത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെ മനസ്സിലായിരിക്കും. പക്ഷെ ശരിക്കും അവർക്കറിയാം ആ ഒരു ക്യാരക്ടറിൻ്റെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെയാണ്, ക്യാരക്ടർ ഇങ്ങനെയാണെന്നുള്ള അറിയാം. പക്ഷെ നമ്മൾ ആ ഒരു കുറച്ച് സമയം മാത്രമാണ് ആ കഥാപാത്രം നമ്മുടെ അടുത്തേക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാട്, നമ്മൾ ആ കഥാപാത്രത്തിനെ കുറിച്ച് ചിന്തിച്ച് വെച്ചിരിക്കുന്ന രീതി ആവില്ല ചിലപ്പോൾ പൂർണ്ണമായിട്ട്. പക്ഷെ നമ്മുടെ സജഷൻസ് ഒക്കെ നമുക്ക് ആ ഒരു സമയത്ത് പറയാൻ പറ്റും. നമ്മുടെ മനസ്സിലും ആ ഒരു കഥാപാത്രം വേറൊരു രീതിയിൽ ഇങ്ങനെ വന്നെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പൂർണ്ണമായിട്ട് നമ്മളത് മുന്നേ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് പക്ഷേ ഇത് ഇപ്പം ലോങ് ജമ്പർ എന്നുള്ള കഥാപാത്രം അത് എന്താണെന്ന് അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ഹോംവർക്ക് ചെയ്യുക, അതും ഓക്കെ. അല്ലാതെ വേറൊരു കഥാപാത്രത്തിന് വേണ്ടി ഒരിക്കലും അത് സഹായത്തിനേക്കാൾ കൂടുതൽ നമ്മളെ ദോഷപ്പെടുത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരു മനസ്സിലുണ്ടാവില്ലേ, ഇപ്പോൾ ഇപ്പോൾ ഒരു ക്യാരക്ടർ വന്നു, അപ്പോൾ ക്യാരക്ടർ വന്നിട്ട് ഒരു ഫസ്റ്റ് ലൈൻ വരുമ്പോൾ തന്നെ തൻ്റെ ഒരു കഥാപാത്രം എന്താണെന്നുള്ളത് മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ പൊങ്ങി വരാനോ ഇനി അത് ഷൂട്ടിങ്ങിന് അതിന്? ഇല്ല, അതെന്താണെന്നറിയോ, ചില കഥാപാത്രങ്ങൾ ഇപ്പോൾ നല്ല കഥാപാത്രങ്ങൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ, കഥ കേട്ട് കഴിയുമ്പോൾ ആ കഥാപാത്രം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. അത് ഓരോ സമയം നമ്മൾ വെറുതെ അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കഥാപാത്രം ഇങ്ങനെ വരാറുണ്ട്. അപ്പം ഞാൻ ആഗ്രഹിക്കും നല്ല രീതിയിൽ ചെയ്യണം, ആ ഒരു ക്യാരക്ടറിന് ഒരു സിഗ്നേച്ചർ വരുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും അത് ഒരു ഫുൾ ഫോമിൽ പുറത്തേക്ക് വരുന്നത് ആ ഒരു സ്പോട്ടിൽ മാത്രമേ ഉള്ളൂ.